ഹായ് ഡിയേഴ്സ്, ടേസ്റ്റി ആയിട്ടുള്ള ചന സുക്കയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ ഹെൽത്തി ആയിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടും ഉള്ള ഒന്നാണ്. നമുക്ക് വെറുതെ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ഒരു ടേസ്റ്റി ഡിഷാണ് കേട്ടോ. അതിന് വേണ്ടി വെള്ളക്കടല ഒരു 2 കപ്പ് എടുത്ത് ഞാൻ നല്ല പോലെ തലേ ദിവസം തന്നെ കുതിർത്തി വെച്ചു. അതിനുശേഷം ഇതിപ്പോൾ ഇന്ന് എടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റി നന്നായിട്ട് ഒന്നുകൂടി വാഷ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ജസ്റ്റ് ഒരു നിരപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അതിലേക്ക് 2 ബേ ലീവ്സും 2 ഏലക്കയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമുക്കിനി കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല പുളിയും ടേസ്റ്റും ഒക്കെയുള്ള, എരിവ് അധികമില്ല എന്നാലും എരിവും ഒക്കെയുള്ള അടിപൊളി റെസിപ്പിയാണ്. സാലഡായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം, പക്ഷെ ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കടലയുടെ രൂപത്തിൽ തന്നെ ഇരിക്കണം കേട്ടോ. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് സൺഫ്ലവർ ഉപയോഗിക്കാം കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴഞ്ഞു വന്ന ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഇടിച്ച മുളകുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ റോസ്റ്റ് ചെയ്യുന്ന പറയുമ്പോഴേക്കും ബ്രൗൺ കളറിലേക്ക് ആവേണ്ട ആവശ്യമില്ല. അതിന് തൊട്ട് മുന്നേ കളർ ജസ്റ്റ് ഒന്ന് തേങ്ങയുടെ മാറി വന്നാൽ മതി. അപ്പോഴേക്കും ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടാമത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ അങ്ങ് വറ്റിച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ട് ആ മസാലയിലേക്കൊക്കെ ഒന്ന് മിക്സായി കിട്ടുക, അത്ര തന്നെ ഉള്ളൂ. കണ്ടോ, ഇപ്പം അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു നാരങ്ങയുടെ പകുതി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ നാരങ്ങയുടെ നീരും കൂടി ഒഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഓക്കെ, ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഈ നാരങ്ങ നീര് സ്കിപ്പാക്കരുത് കേട്ടോ. അത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിലേക്ക് നമ്മുടെ ഈ ഒരു സുക്ക ചേഞ്ച് ആവുന്നതാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനും ഒക്കെ അടിപൊളി ഡിഷാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും വളരെ ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം.